നമ്മൾ ബുൾസ് ആൻഡ് കൗസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്തത്. ഇതിൽ പശുവും ഇതൊന്നുമല്ല. ബുൾസ് ആൻഡ് കൗസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഏതൊക്കെയാണ് കറക്റ്റ് പൊസിഷനിൽ കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റിയത് അതാണ് ബുൾസ്. കറക്റ്റ് ഗസ് ചെയ്യാൻ പറ്റിയില്ലേ അതാണ് കൗസ്. നമുക്ക് ക്വസ്റ്റ്യനോട്ട് പോയിട്ട് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് കറക്റ്റായി വരുന്നതെന്ന്. ബുൾസ് ആൻഡ് കൗസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കയറാം. ഇതിന് മുന്നേ ഞാൻ ചെയ്തിരുന്ന നമ്മൾ മൂവിങ് ആവറേജിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ റോഡ് ബ്ലോക്ക് ഉണ്ടായത്. എന്താ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ രണ്ടിലും സെന്റൻസ് സിമിലാരിറ്റി ആണെങ്കിലും ലോഗർ റേറ്റ് ലിമിറ്റിലാണെങ്കിലും രണ്ടിലും നമുക്ക് ഇതേപോലത്തെ റോഡ് ബ്ലോക്ക് വന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ പ്രീമിയം മേടിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കൂടുതലും ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെറുതെ ഒരു മിനിറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വെറുതെ നമ്മൾ ഇതിലിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ചാറ്റ് ജി പി ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആൻസർ വരും. പ്രീമിയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും. പക്ഷെ നമ്മൾ പ്രീമിയം മേടിക്കാം എന്ന് വിചാരിക്കേണ്ട. എന്തായാലും പ്രീമിയത്തിൽ നമുക്ക് എന്താണ് കുറേ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കിട്ടാറുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ വെറുതെ പ്രോബ്ലം സോൾവിങ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ എന്താണ് ഇന്റർവ്യൂ പ്രെപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയയിലേക്ക് മൂവ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവിങ് കൺസെപ്റ്റ് ആയിട്ട് എടുക്കൊണ്ട് നമുക്ക് എന്താ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബുൾസ് ആൻഡ് കൗസ് നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് അത് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞത് നോക്കാം നമുക്ക്. യു ആർ പ്ലേയിങ് ബുൾസ് ആൻഡ് കൗസ് ഗെയിം വിത്ത് യുവർ ഫ്രണ്ട്. എന്താണ് ബുൾസ് ആൻഡ് കൗസ് ഗെയിം? It's a code-breaking mind or paper and pencil game for two or more players. The game is played in turns by two opponents who aim to decipher the other's secret code by trial and error. Okay, അപ്പോൾ ഒരാൾ എന്ത് തരുന്നു അതിന്റെ എന്താണ് മറ്റേ ഡിസിഫർ ചെയ്യാൻ നോക്കുകയാണ് ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട്. ഓക്കെ, you write down a secret number and ask your friend to guess what the number is. When your friend makes a guess, you provide a hint with the following info: the number of bulls, which are digits in the guess that are in the correct position; number of cows, which are digits in the guess that are in your secret number but are located in the wrong position. Specifically, the non-bull digits in the guess that could be rearranged such that they become bulls. അപ്പോൾ കൗസ് എന്ന് പറയുന്നത് എന്താണ് ഇതാണ്, നമ്മൾ കറക്റ്റ് ഇടുന്നല്ല, ബ്ലഫാണ്. അപ്പൊ അത് നമുക്ക് എന്താണ് ബ്ലഫ് മാറ്റിയിട്ട് നമുക്ക് എന്താണ് ബുൾസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ഗിവൺ ദ സീക്രട്ട് നമ്പർ സീക്രട്ട് ആൻഡ് യുവർ ഫ്രണ്ട്സ് ഗസ് റിട്ടേൺ ദ ഹിന്റ് ഫോർ യുവർ ഫ്രണ്ട്സ് ഗസ്. Hint should be formatted as XAYB, where X is the number of bulls and Y is the number of cows. Note that both secret and guess may contain duplicate digits. Okay. ഇതിലെങ്ങനെയാ വെച്ചാൽ സീക്രട്ട് ഈക്വൽ ടു 1807 ആണ്, ഗസ് എന്ന് പറയുന്നത് 7810 എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് 1A3B ആണെന്ന് പറയാണ്. ബുൾസ് ആർ കണക്റ്റഡ് വിത്ത് അണ്ടർസ്കോർ ആൻഡ് കൗസ് ആർ അണ്ടർലൈൻഡ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാനിതിന് പറഞ്ഞുതരാം. ഇതിൽ ഏതൊക്കെയാണ് ഇപ്പോൾ ഒന്ന് മനസ്സിലാവണില്ല. ഇവിടെ നമ്മൾ ബുൾസ് എന്ന് പറയുന്നത് എന്താണ് രണ്ടും സെയിം പൊസിഷനിലാണെന്നുള്ളതുകൊണ്ട് നമുക്ക് 8 എന്ന് പറയാൻ പറ്റി. അല്ലാതെ നമുക്ക് എന്താണ് ഇതിൽ എവിടേക്കാണോ മാറ്റം വന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ എന്താണ്, പിന്നെ തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബി എന്ന് എഴുതുന്നത്. ഓക്കെ, XAYB where X is the number of bulls. എത്ര വട്ടം ബുൾസ് ഉണ്ട് കാരണം എത്ര കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട്, സോറി എത്ര കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. ആൻഡ് Y is the number of cows. എത്ര റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടേത് 3. പിന്നെ ബി എന്ന് പറയുന്നത് എന്തായിരുന്നു, ബിയും എയും എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് ആണ്. ഓക്കെ, വെറുതെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബുൾസും നമ്പർ ഓഫ് നമ്പർ ഓഫ് കൗസും ആണ് എക്സും വൈയും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഫോർമാറ്റിലാണ് അവന് തിരിച്ച് റിസൾട്ട് കൊടുക്കേണ്ടത്. അവൻ പറഞ്ഞതിൽ ഏതൊക്കെയാണ് തിരിച്ച് റിസൾട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ബുൾസ് ആൻഡ് കൗസ് എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് നമ്മളുടെ എക്സാമ്പിളായിട്ട് ബുൾസ് നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞു നോക്കാം. ബുൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇപ്പോൾ രണ്ട് വാല്യൂസ് എടുക്കണം. ഇപ്പോൾ 1 2 3 4 5 എടുക്കുകയാണ്. 1 3 4 6 2 കൊടുത്ത് വിചാരിക്കും. ഇതാണ് നമ്മുടെ രണ്ട് വാല്യൂസ് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സീക്രട്ട്, ഇതാണ് നമ്മുടെ ചെന്നായി ഗസ് ചെയ്ത്. അപ്പോൾ ഇതിൽ ബുൾസ് എന്ന് പറയുന്ന വാല്യൂ എന്താ വരിക, ബുൾസ് എന്ന് പറയുന്നത് ഈ രണ്ട് വാല്യൂസും സെയിം അല്ലേ, ഇത് മാത്രമാണ് പൊസിഷനിൽ നമുക്ക് സെയിം ആയിട്ടുള്ളൂ. അപ്പോൾ ബുൾസ് എന്ന് പറയുന്നുണ്ടാവും 1. അതേപോലെ കൗസ് ഉണ്ടാവും. കൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലെ വാല്യൂ ഉണ്ടാവും വേണം, പക്ഷെ അതെന്താണ് പൊസിഷൻ കറക്റ്റായിട്ട് ഇരിക്കാനും പാടില്ല. അപ്പോൾ ഇത് രണ്ടും എന്താണ് പൊസിഷൻ കറക്റ്റ് അല്ല, ഇത് രണ്ടും പൊസിഷൻ കറക്റ്റ് അല്ല, അതേപോലെ ഇത് രണ്ടും പൊസിഷൻ കറക്റ്റ് അല്ല.
3 വാല്യൂസ്. അപ്പോൾ കൗസ് 3 ആവും. ഈ 6ഉം വെറുതെയാണ്, 5ഉം വെറുതെയാണ്. കാരണം ഇത് രണ്ടിലും വാല്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കതാണ് കൗസ് 3 ആയി മാറും. ഓക്കെ അല്ലേ? ഇതാണ് ബുൾസിൻ്റെ കൗസിൻ്റെ ആൻസർ. ആൻസർ വരുമ്പോൾ എന്താണ് പറയുന്നത്? XA YZ എന്നുള്ള YB, XA YB എന്നുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുന്ന വന്ന് 1A 3B. ഓക്കെ അല്ലേ? നമുക്ക് സെയിം ക്വസ്റ്റ്യൻ എന്താണ് 1 2 3 4 5 നമ്മളെങ്ങനെ വെച്ചാൽ നമ്മൾ ഈ കോഡിലത് എങ്ങനെ ചെയ്യും? കോഡിൽ നമുക്ക് ചെയ്യുമ്പോൾ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൽ നമുക്ക് പലതരത്തിലും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് കൊണ്ടാണ് ബുൾസ് ആൻഡ് കൗസ് നമുക്ക് എന്താണ് വേണമെങ്കിൽ നമുക്ക് എന്താ 2 ഹാഷ് മാപ്പ് വിളിക്കാം. 2 ഹാഷ് മാപ്പ് വിളിച്ചിട്ട് അതിൽ ഈ വാല്യൂസ് ഇട്ടുകൊണ്ട് നമുക്ക് വെറുതെ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാം, ഈക്വാലിറ്റി ഇല്ലായ്മ നോട്ട് ഈക്വാലിറ്റി ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവസാനം ഇൻഡെക്സും കൂടി ചെക്ക് ചെയ്യാം. ഇങ്ങനെ മൂന്നായിട്ട്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതൊരു ഫോർ ലൂപ്പ്, ഇതൊരു ഫോർ ലൂപ്പ്, ഇതൊരു ഫോർ ലൂപ്പ്. ഇങ്ങനെ 3 ഫോർ ലൂപ്പ് വെച്ചിട്ട് 2 ഹാഷ് മാപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് തന്നെ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബുൾസും കൗസും എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആദ്യം നമ്മളെ ഫോം ചെയ്യണം, ബുൾസിനെ ഫോം ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആദ്യം നമ്മുടെ സീക്രട്ട് നമുക്കൊരു സിപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടി വരും. സിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ടും ഗസ്സും സെയിം, അവർ പറയുന്നത് സെയിം ലെങ്താന്ന് പറയുന്നത്. അതുകൊണ്ട് സിപ്പ് സീക്രട്ട് 6s എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ സീക്രട്ടിനും ഗസ്സും പറഞ്ഞിട്ടുള്ള 2 വാല്യൂസ് നമുക്ക് ഇടാൻ പറ്റും. ഇൻ സിപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനുള്ള ഇടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സീക്രട്ടും എന്താണ് ഗസ്സും ഈക്വൽ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ബുൾസ് എന്ത് ചെയ്യുക വെച്ചാൽ പ്ലസ് ഈക്വൽ ടു 1 ബുൾസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു നമുക്ക് ഇതിൻ്റെ കൗണ്ട് നമുക്ക് സീക്രട്ടിൻ്റെ ഗസ്സും ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 2 നമുക്ക് ഈ ഫസ്റ്റ് വാല്യൂസ് നമുക്ക് ബുൾസ് പ്ലസ് ഈക്വൽ ടു 1 ആയി. പക്ഷെ 2 3 വന്നപ്പോൾ ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യണം? നമ്മൾ കൗണ്ട് നമ്മൾ ഗ്രേറ്റർ ആക്കി വിടണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 ഹാഷ് മാപ്പ് നമ്മൾ എഴുതി വയ്ക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ഹാഷ് മാപ്പിൽ എന്തുണ്ടാവുക വെച്ചാൽ ഒന്നിന് ഇപ്പോൾ സീക്രട്ട് മാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ കൗണ്ടർ ഉണ്ട്. സീക്രട്ട് മാപ്പ് ഓഫ് ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സീക്രട്ടിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും ഇതെന്തായാലും നമ്മുടെ ഇവിടുത്തെ 2 ആണ്, പ്ലസ് സീക്രട്ട് 1 ആവും. അതേപോലെ ഗസ് മാപ്പിൽ എന്താവും വെച്ചാൽ എന്താണ് ഗസ് എന്നുള്ളത് എന്തായിരുന്നു 3 അല്ലേ? അപ്പോൾ ആ 3 എന്താ പ്ലസ് ഈക്വൽ ടു 1 ആവും. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഇത് 2 1 ആവും മാറും. ഇവിടെ നമുക്ക് എന്താണ് 3 1 ആയി മാറും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടും. ഇനി ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ കൗസ് നമ്മുടെ ഫോം ചെയ്തിട്ടില്ല. ഇനി കൗസിൽ നമുക്ക് എന്താ 2 കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. കൗസിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ടിലും അല്ല എന്താണ് വാല്യൂ should be present അല്ലേ? should be present in secret അല്ലേ? ഗസ്സിൻ്റെ വാല്യൂ നമ്മുടെ സീക്രട്ടിൽ പ്രസന്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ വാല്യൂ പ്രസന്റ് ഇൻ സീക്രട്ട് ആയിരിക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് നോക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്താണ് 2ൽ കൂടി മൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രസന്റ് ഇൻ സീക്രട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ ഏത് കൂടെ റൺ ചെയ്യിക്കും? നമ്മുടെ സീക്രട്ട് മാപ്പിലൂടെ റൺ ചെയ്യിക്കും. എന്നിട്ട് സീക്രട്ട് മാപ്പിലൂടെ റൺ ചെയ്യിക്കുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ വരുന്ന ഡിജിറ്റ് നമ്മുടെ ഗസ് മാപ്പിൽ പ്രസന്റ് ആണോ എന്ന് നമുക്ക് നോക്കിയേ തീരും. ഇൻ ഗസ് മാപ്പിൽ പ്രസന്റ് ആവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? നമ്മൾ മിനിമം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് കൗസിനോട് ആഡ് ചെയ്യണം. എന്തിന് മിനിമം കണ്ടുപിടിക്കണം? മിനിമം ഓഫ് ഈ വാല്യൂ ഇൻ ഗസ് മാപ്പ്. സീക്രട്ട് മാപ്പിൻ്റെ ഉള്ളിലുള്ള ഡിജിറ്റും ഇതും ഗസ് മാപ്പിൻ്റെ ഉള്ളിലുള്ള ഡിജിറ്റും തമ്മിൽ നമ്മൾ മിനിമം കണ്ടുപിടിക്കണം. പിന്നെ എന്തിനാണ് നമ്മൾ മിനിമം കണ്ടുപിടിക്കേണ്ടത്? ഇപ്പോൾ ഇപ്പം നമ്മൾ പറയാണ് ഈ 2 എന്ന് പറയുന്നത് 3 വട്ടം നമ്മുടെ സീക്രട്ട് മാപ്പിലുണ്ട്, 2 വട്ടമാണ് നമ്മുടെ ഗസ് മാപ്പിലുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഗസ് മാപ്പിൽ 3 ഉണ്ട്, പക്ഷെ സീക്രട്ട് മാപ്പിൽ ആകെ 2 ഉള്ളൂ. അപ്പോൾ ഗസ് മാപ്പിൽ 3ഉം സീക്രട്ട് മാപ്പിൽ 2 ഉള്ള സാധനമാണെന്നുണ്ടെങ്കിൽ 2നും കൂടിയിട്ട് കോമൺ ആയിട്ട് നമുക്ക് എത്ര കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ അല്ലേ? കോമണാലിറ്റി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മിനിമം ഉപയോഗിക്കുന്നത്. അപ്പോൾ 2നും നമുക്ക് കോമൺ ആയിട്ടുള്ള വാല്യൂ വേണം. എന്നിട്ട് ആ വാല്യൂ എന്ന് പറയുന്നത് ഓരോന്നിലും ഈ പ്രസന്റ് ആണോ നോക്കും വേണം. ഇതിലിപ്പോൾ എണ്ണം കണക്കാക്കണം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതിൽ എണ്ണം കണക്കാക്കണം, കൗണ്ടും കണക്കാക്കണം, അതിന് പുറമെ ഇതിൽ എന്തും കണക്കാക്കണം? എന്താ ഉള്ള പ്രസൻസും കണക്കാക്കണം. അപ്പോൾ കൗണ്ടും പ്രസൻസും കണക്കാക്കണം.
അപ്പോൾ കൗണ്ട് കണക്കാക്കുന്നതാണ് മിനിമം. ഇത് കൗണ്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് മിനിമം, പ്രസൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ കണ്ടീഷൻ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മുടെ കൗസിനെ വിളിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവസാനം എന്താ ഫോം ചെയ്യണ്ടു? ആ സ്ട്രിങ് നമ്മൾ ഫോം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് വാല്യൂ തിരിച്ചിട്ടും. ഓക്കെ. ഇപ്പോൾ വൈറ്റ് ബോർഡിലൂടെ നമ്മളൊന്ന് വൈറ്റ് ബോർഡിൽ ഞാനെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെറുതെ കോഡിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ. കോഡിൽ സെയിം ആണ്. ഞാൻ വൈറ്റ് ബോർഡിൽ എന്താണ് പറഞ്ഞത് സെയിം സാധനം ഇവിടെ വെറുതെ നമ്മൾ എന്താ റിപ്പീറ്റ് ആയിട്ട് പറയണം. പക്ഷേ ഇവിടെ ചില ചെറിയ നമ്മുടെ ഒരു ഹെൽപ്പർ മോഡ്യൂൾസ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പൈത്തണിൽ കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ ഉണ്ട്. അതിൽ നമുക്ക് ഡീഫോൾട്ട് ഡിക്ഷണറി, കൗണ്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടെണ്ണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് ഡിക്ഷണറി നമ്മൾ ഉപയോഗിക്കാനുള്ള ഒറ്റ കാരണം എന്താ വെച്ചാൽ നമുക്ക് എഴുതാനുള്ള മടി കൊണ്ട് മാത്രമാണ് ഡീഫോൾട്ട് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡീഫോൾട്ട് ഡിക്ഷണറിക്ക് പകരമായിട്ടാണ് നമ്മൾ ഡോട്ട് ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ എഴുതാറ്. അപ്പോൾ ഇങ്ങനെ എഴുതി വിചാരിക്കുക, ഡോട്ട് ഗെറ്റ് ഓഫ് വാല്യൂ കോമ 0 എന്ന് പറഞ്ഞ് എഴുതണില്ലേ? ഇങ്ങനെ എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതൊരു ഇൻറ്റിജർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വാല്യൂ എഴുതുന്നത്. ഇതേപോലെ നമുക്ക് എന്താണ് ഇതിനെ നമുക്ക് എന്താണ് ഇങ്ങനെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ എന്താണ് ഒരു അറേ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അറേ അല്ല ലിസ്റ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഹോമോജീനിയസ് ആണ് അറേ. അതുകൊണ്ട് അറേയും ലിസ്റ്റ് തമ്മിൽ മാറ്റി മാറ്റി വിളിക്കണേൽ എന്താണ് ക്ഷമിക്കുക, പക്ഷേ പൈത്തണിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിനെയാണ് അറേ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് രണ്ട് മാപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബുൾസും കൗസും ആയിട്ടുള്ള രണ്ട് വാല്യൂസ് നമ്മൾ നമ്മൾ കൗണ്ടർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. ഒരു സിപ്പ് ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ബുൾസ് പ്ലസ് ഈക്വൽ ടു 1 ചെയ്യുന്നു. എൽസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സീക്രട്ട് മാപ്പിൽ നമ്മൾ ആഡ് ചെയ്യണം. വാല്യൂ ആഡ് ചെയ്തിട്ട് പ്ലസ് ഈക്വൽ ടു 1 എഴുതണം. പിന്നെ ഗസ് മാപ്പിൽ നമ്മൾ ഗസ് പ്ലസ് ഈക്വൽ ടു 1 എഴുതണം. ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞ പോലെ രണ്ടെണ്ണം ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. കൗണ്ടും പ്രസൻസും ചെക്ക് ചെയ്യണം നമുക്ക്. ഈ രണ്ടിനും കൂടി വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് നമ്മളിവിടെ പ്ലസ് ഈക്വൽ ടു 1 എന്നിട്ട് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡിജിറ്റ് നമ്മൾ സീക്രട്ട് മാപ്പിലൂടെ മൂവ് ചെയ്യിക്കുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണു ഈ ഡിജിറ്റ് ഗസ് മാപ്പിൽ ഉണ്ടോ എന്നുള്ളത്. അത് നമ്മുടെ പ്രസൻസ് ആണ്. പ്രസൻസ് നമ്മൾ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് കൗണ്ട് ആണ്. അപ്പോൾ ഈ രണ്ടിന്റെയും കൗണ്ട് ഈക്വൽ ആണോ? ഈക്വൽ ആണ് എന്നുള്ളത്. അപ്പോൾ കൗണ്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഏറ്റവും മിനിമം വാല്യൂ ആവും അതിന്റെ കൗണ്ട്. മനസ്സിലായില്ലേ? രണ്ടിലും വാല്യൂവിന്റെ കൗണ്ട് സെയിം ആവണമെന്നുണ്ടെങ്കിൽ മിനിമം വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും വേരിയേഷൻ ഉണ്ടാവും അല്ലേ? മിനിമം വാല്യൂ എടുക്കുന്നത് അതിന്റെ കൗണ്ട് രണ്ടും സെയിം ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കോമണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത് എടുക്കുന്നു. അപ്പോൾ കൗണ്ടും പ്രസൻസും കൗണ്ട് കോമണാലിറ്റിയും പ്രസൻസും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മിനിമം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളത് ഇവിടെ ഫോർമാറ്റ് ചെയ്യുന്നു, സ്ട്രിങ്ങിൽ ഫോർമാറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ. ഇത് നമുക്ക് ചെറുതാക്കാം. ഞാൻ റൺ ചെയ്ത് നോക്കി, ആക്സെപ്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ സെയിം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവരെന്ത് ചോദിച്ചാൽ ഇത് സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ ലൈനിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൈത്തണിൽ അങ്ങനെ പലതും പറ്റും. ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ മാപ്പ് ഓഫ് ഓപ്പറേറ്റർ ഡോട്ട് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സീക്രട്ട് ഈക്വൽ ടു ഗസ് എന്ന് ചെക്ക് ചെയ്യാണ്. ഫോർ ലൂപ്പ് തന്നെ റൺ ചെയ്യുന്നത്. അതാണ് മാപ്പ് ഉപയോഗിക്കുന്നത്. മാപ്പ് റെഡ്യൂസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ ഈ മാപ്പ് ഫിൽട്ടർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും മാപ്പ് ഫിൽട്ടർ പിന്നെ ഒന്നുകൂടി ഉണ്ട്. അതിൽ നോക്കാം നമുക്ക്. അത് നമുക്ക് ആവശ്യം വരുമ്പോൾ നോക്കാനുള്ളതാണ്. അപ്പോൾ മാപ്പും ഫിൽറ്ററും വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ റെഡ്യൂസ് ചെയ്ത് മാത്രം ഇതൊരു ഫംഗ്ഷൻ തന്നെയാണ്. ഈക്വാലിറ്റി ചെക്ക് ചെയ്യാണ് സീക്രട്ടിന്റെയും ഗസ്സിന്റെയും. നമ്മൾ കുറച്ചുകൂടെ ചെയ്ത സെയിം ഫംഗ്ഷനാലിറ്റി. അതേപോലെ തന്നെ ഇവർ ഇവിടെയും ചെക്ക് ചെയ്യുന്നത് സെയിം ഫംഗ്ഷനാലിറ്റിയാണ്. മിനിമം ഓഫ് സീക്രട്ട് കോമ കൗണ്ട് ഫോർ എക്സ് ഇൻ സെറ്റ് ഓഫ് ഗസ്. ഇപ്പോൾ ഗസ്സിന്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യുന്നു. ആ സമയത്ത് മിനിമം എടുത്ത് നോക്കണം. എന്നിട്ട് അതിന്റെ സം എടുക്കണം. എന്നിട്ട് ആ സം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ബോത്ത് മൈനസ് ബുൾസ് എഴുതണം. ബോത്ത് മൈനസ് ബുൾസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും വെച്ചാൽ കൗസിനെ കിട്ടും. ഓക്കെ. അത്രേ ഉള്ളൂ. ഇത് സെയിം ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. രണ്ടും ഫോർ ലൂപ്പ് വെച്ചിട്ട് തന്നെയാണ് റൺ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഇത്രേ ഉള്ളൂ. നമ്മുടെ ബുൾസ് ആൻഡ് കൗൺസിൽ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും കേട്ടതിൽ നന്ദി. താങ്ക് യു.